പോയിട്ട് അത്യാവശ്യത്തിന് ഉടുപ്പൊക്കെ എടുത്തിട്ടാ ഞാൻ ഈ വണ്ടി എടുത്തു. മെലിഞ്ഞ് നല്ല നീളൻ മുടിയുമായിട്ടുള്ള അതിസുന്ദരിയായ നടിയും മോഡലുമായ ഷോൺ ടോമി എല്ലാവർക്കും അറിയാമായിരിക്കും. പുള്ളിക്കാരത്തി നമ്മുടെ കമ്മട്ടിപ്പാണം എന്ന സിനിമയിലെ നായികയാണ്, നമ്മുടെ ദുൽഖർ സൽമാന്റെ നായിക. ഷോണിന്റെ സുന്ദരമായ മുഖം തന്നെയാണ് കമ്മട്ടിപ്പാടം എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമയിലേക്കും താരത്തിന് അവസരം ഒരുക്കിയത് തന്നെ. ഇപ്പോഴിതാ കഴിഞ്ഞ വർഷം താൻ നേരിട്ട പ്രതിസന്ധികൾ തുറന്നു പറഞ്ഞ് തന്റെ ചിത്രവും പങ്കുവച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് താരം. ചർമ്മത്തെ ബാധിച്ച ഓട്ടോ ഇമ്മ്യൂൺ അവസ്ഥ തന്നെ വലച്ചു എന്നാണ് പുതുവർഷത്തിലിട്ട പോസ്റ്റിൽ ഷോൺ ടോമി പറയുന്നത്. മുടിയെല്ലാം പോയി പഴയ ഷോണിന്റെ ഒരു നിഴൽ മാത്രമാണ് ഇപ്പോൾ ആ ഫോട്ടോയിലുള്ളതും. ഭ്രാന്തമായിരുന്നു 2024 എന്നാണ് പുള്ളിക്കാരത്തി പറയുന്നത്. എന്റെ ഓട്ടോ ഇമ്മ്യൂൺ അവസ്ഥ എല്ലാ പിടിയും വിട്ടു. ചിലത് കൈവിടേണ്ടി വന്നു, ചിലത് ദൈവത്തിൽ ഏൽപ്പിക്കേണ്ടി വന്നു. ഞാൻ എന്റെ ബെസ്റ്റിയെ ബന്ധപ്പെട്ടു. അവളെ സ്വർഗത്തിൽ നിന്നും അയച്ചതാണെന്ന് കരുതുന്നു. അവളുടെ വാക്കുകൾ വിശ്വസിച്ചത് ഞാൻ ഓർക്കുന്നു. ഇതൊരു ഘട്ടം മാത്രമാണെന്നാണ് അവൾ പറഞ്ഞത്. 1 മാസത്തിനുള്ളിൽ നിന്റെ മുടിയെല്ലാം തിരികെ വരുമെന്നും അവൾ പറഞ്ഞു. അത് അങ്ങനെ തന്നെ സംഭവിച്ചു. ആദ്യ 2 ആഴ്ച കൂടുമ്പോഴും ഓഗസ്റ്റ് മുതൽ ഇപ്പോൾ വരെ എല്ലാ മാസവും സ്റ്റിറോയിഡ് കുത്തിവയ്പ്പുകൾ എടുക്കുന്നുണ്ട്. വർക്കൗട്ട് ചെയ്യാൻ എനിക്ക് ഭയമായിരുന്നു. കാരണം ചെയ്താൽ എനിക്ക് ഉടൻ തന്നെ ആർത്തവം ആരംഭിക്കും. എനിക്കും ശരിക്കും ജീവിതത്തിന്റെ വേഗത കുറയ്ക്കേണ്ടി വന്നു. ഗോവയിലേക്ക് മാറിയതും ഏറെ സഹായിച്ചു. 2024 കഠിനവും എന്നാൽ ശക്തിയും പരിവർത്തനവും നൽകി. അറിയാതെയും നിയന്ത്രണത്തിലാകാതെയും സുഖമായിരിക്കാൻ ഞാൻ പഠിച്ചു. ഇതാണ് ഷോൺ ടോമി ആ ഒരു ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിരുന്നത്. കമ്മട്ടിപ്പാടം എന്ന ചിത്രത്തിലെ റോളിലൂടെ ശ്രദ്ധിക്കപ്പെട്ട ഷോൺ നീലാകാശം, പച്ചക്കൽ, ചുവന്ന ഭൂമി, ലൂസിഫർ എന്നീ ചിത്രങ്ങളിലും ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. ഷോണിന്റെ ഇൻസ്റ്റയിലെ ചിത്രങ്ങളും മറ്റും എപ്പോഴും വൈറലാകാറുമുണ്ട്.